കട്ട ഒഴുക്കാട്ടാ, ഒഴുക്കിനാണ് പിടിക്കുന്നത്. ഓ എൻ്റെ പൊന്നടാ. മലയാളികളുടെ പ്രിയപ്പെട്ട കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതിയാണ് നമ്മുടെ മുന്നിക്കൂടെ ചാലക്കുടി പുഴ മുറിച്ച് കിടക്കുന്നത്. ചക്കപ്പഴത്തിൻ്റെയും വാഴപ്പഴത്തിൻ്റെയൊക്കെ സീസണല്ലേ, എന്നാൽ നാട്ടിലേക്ക് ഇറങ്ങിയേക്കാമെന്ന് വിചാരിച്ചിട്ട് പുഴ ഓൾമോസ്റ്റ് മുറിച്ച് കിടന്ന് അങ്ങേ അറ്റത്തെത്തിയപ്പോഴാണ് അവനെ പടക്കം പൊട്ടിച്ച് തിരിച്ച് ഇങ്ങോട്ടേക്ക് ഓടിക്കുന്നത്. ചെറിയ വിളനാശം വരുത്തുമെന്നല്ലാണ്ട് ആൾക്കാരെ ഇന്ന് വരെ ഉപദ്രവിച്ചിട്ടില്ലാത്ത കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതിക്ക് ചാലക്കുടിയിൽ നല്ല പേരും പ്രശസ്തിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അടുത്ത് നമ്മൾ ആ മസ്തകത്തിൽ മുറിവേറ്റ ആനക്കൊമ്പൻ ഇങ്ങനെ മയക്കുപിടി ഏറ്റ് നിൽക്കുമ്പോൾ അവനെ താങ്ങി നിർത്തിയതിലൂടെ ഏഴാറ്റുമുഖം ഗണപതി കേരളക്കരെ ആകെ പ്രശസ്തനാകുന്നതും ഇപ്പോൾ അവന് കേരളം മുഴുവൻ നല്ലൊരു ഫാൻ ബേസ് ഉണ്ട്. പലരും ഇപ്പോൾ ആതിരപ്പള്ളിയിലേക്ക് ട്രിപ്പ് വരുന്നത് തന്നെ ഏഴാറ്റുമുഖം ഗണപതിനെയും കൂടെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹത്താലാണ്. ഏഴാറ്റുമുഖം ഗണപതി മാത്രമല്ല, ഇവിടെ അവൻ്റെ കൂട്ടുകാരായിട്ടുള്ള ഒരുപാട് കൊമ്പന്മാരും ഇവിടുത്തെ എണ്ണപ്പനത്തോട്ടത്തിലെ എണ്ണപ്പന മറിച്ചിട്ടിട്ട് തിന്നാനായിട്ട് നിത്യേന എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സഞ്ചാരികൾക്ക് ആനയെ കാണാൻ വളരെയധികം സാധ്യത കൂടുതലാണ് ഈ റൂട്ടിലൂടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളൊരു മൺസൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു കിടിലൻ റൂട്ട് തന്നെയാണ് നമ്മുടെ ഈ ഏഴാറ്റുമുഖവും ആതിരപ്പള്ളിയൊക്കെ ഉള്ള ഒരു പ്രദേശം. നമുക്ക് ആവോളം വൈൽഡ് ലൈഫും ആസ്വദിക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ വെള്ളച്ചാട്ടങ്ങളെല്ലാം ഏറ്റവും ആസ്വദിക്കാൻ പറ്റിയൊരു ടൈമും ഇപ്പോഴാണ്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടവും വാഴച്ചാൽ വെള്ളച്ചാട്ടവും ചാർപ്പ വെള്ളച്ചാട്ടവും എല്ലാം നമുക്ക് ഈ ഒരു ട്രിപ്പിൽ കവർ ചെയ്യാനും പറ്റും. അപ്പോൾ ആതിരപ്പള്ളിക്ക് അടുത്തായിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റേയിൽ നമ്മൾ ഒരു ദിവസം സ്റ്റേ എടുത്തിട്ട് നമ്മൾ കവർ ചെയ്ത ദൃശ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഇത് നമ്മൾ സിൽവർ സ്റ്റോമിൻ്റെ ഇവിടുന്ന് നമ്മൾ ആതിരപ്പള്ളി സൈഡിൽ നിന്ന് വരുമ്പം ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ട് വേണം ഏഴാറ്റുമുഖത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ നിങ്ങൾ ചാലക്കുടി സൈഡിൽ നിന്ന് വരുമ്പം നിങ്ങൾക്ക് തിരിയേണ്ടത് റൈറ്റിലോട്ടാണ്. നമ്മളിപ്പം ആതിരപ്പള്ളി സൈഡിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ട് ഇതേ ഒരു പാലം കാണാം നമുക്ക് കയറുന്ന പാടെ തന്നെ. ഇത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് ഇഷ്ടംപോലെ എണ്ണപ്പനത്തോട്ടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആനകൾ ഇഷ്ടംപോലെ കാണും. ഏത് സമയത്ത് വന്നാലും ആനയെ കാണാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണിത്. പാലം കഴിഞ്ഞ് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മലയാറ്റൂരിലേക്കൊക്കെ പോകാം. അതേസമയം വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്കമാലിയിലേക്കൊക്കെ പോകാനുള്ള റൂട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്, അവിടെ റിപ്പോർട്ട് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഇത് ശരിക്കും കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥലമാണ്. ഇപ്പോൾ 99 വർഷത്തേക്ക് കേരള പ്ലാന്റേഷൻ കോർപ്പറേഷന് എണ്ണപ്പന കൃഷി ചെയ്യാനായിട്ട് ലീസിൽ കൊടുത്തിട്ടാണുള്ളത്. എന്തായാലും കയറി വടവന് നമുക്ക് ആനക്കാഴ്ചകൾ കിട്ടി. നമുക്ക് ഒന്നല്ല 4 ആനകളെയാണ് കിട്ടിയേക്കുന്നത്. അവരെല്ലാം കൂടെ ഒരു പന മറിച്ചിട്ടിട്ട് തിന്നുന്ന തിരക്കിലാണുള്ളത്. കൂട്ടത്തിൽ മൂപ്പൻ ഇവനാന്ന് തോന്നുന്നു. ഇവനാണെങ്കിൽ ആ മറിച്ചിട്ട പനയുടെ തടി പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തെ ചോറ് തിന്നുവാണ്. അപ്പോൾ ബാക്കിയുള്ളവരാണെങ്കിൽ കുറച്ച് അപ്പുറം മാറിയിട്ട് അതിൻ്റെ ഓലയാണ് തിന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആനകൾക്ക് ഇഷ്ട ഭക്ഷണമാണ് ഈ എണ്ണപ്പന. അതുകൊണ്ട് തന്നെ ഈ എണ്ണപ്പന തോട്ടത്തിൽ നിന്ന് ഇമാർ പോകാറുമില്ല. തരം കിട്ടുമ്പോൾ എല്ലാം ഇതേപോലെ ഓരോ എണ്ണപ്പനകൾ ഇമാർ കുത്തി മറിച്ചിട്ടിട്ട് അത് തിന്നും. 1-2 ദിവസത്തേക്കുള്ള തീറ്റയായി. ഇപ്പോൾ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ആയതുകൊണ്ട് അവരത് അത്ര കാര്യമാക്കാറുമില്ല. ഈ പ്ലാന്റേഷൻ്റെ ഒരു അതിര് ചാലക്കുടി പുഴയാണ്. അതുകൊണ്ട് തന്നെ ആനകൾക്ക് ഇവിടെ ഇഷ്ടംപോലെ തീറ്റയും വെള്ളവും ഏത് സീസണിലും കിട്ടും. പിന്നെ ഇമാർക്ക് പിന്നെ വേറെ എങ്ങോട്ടേലും പോകേണ്ട ആവശ്യകതയുണ്ടോ? ആന നിൽക്കുന്നിടത്ത് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ റബ്ബർ തോട്ടങ്ങളാണ്. അങ്ങനെ നമ്മൾ കുറച്ചധികം ദൂരം മുന്നോട്ടേക്ക് പോയി തിരിച്ച് നമ്മൾ അതേ റൂട്ടിൽ തന്നെ വന്ന് നമ്മളത് ഇനി അങ്കമാലി സൈഡിലോട്ടുള്ള ആ പ്ലാന്റേഷൻ്റെ റൂട്ടിലൂടെ പോവുകയാണ്. അപ്പോൾ ആ റൂട്ടിലൂടെ പോകുമ്പോൾ നമ്മളത് വീണ്ടും നമുക്കൊരു ആനയെ തന്നെ കിട്ടിയിരിക്കുകയാണ്. ഇത്തിരി ദൂരത്തിലായിട്ടാണ് ഒരു കൊമ്പൻ വേറൊരു പന മറച്ചിട്ടിട്ട് തിന്നുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഈ ആനകളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏരിയയിൽ നിന്ന് തൊട്ടടുത്തായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ആതിരപ്പള്ളി ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ട് തന്നെയാണ് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം. ഇത് ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ളൊരു ചെക്ക് ഡാമും അതിൻ്റെ വ്യൂ തരുന്ന നല്ലൊരു കിടിലനായിട്ടുള്ള ഒരു തൂക്കുപാലമാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഈ തൂക്കുപാലത്തിൻ്റെ അക്കരെ ഒരു തുംകൂർ മൊഴി എന്ന് പറഞ്ഞൊരു ചെറിയൊരു പാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ പാർക്കിലേക്ക് പോകാൻ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടി. അതാ നമ്മുടെ ഏഴാറ്റുമുഖം ഗണപതി നമ്മൾ ആരെയാണോ കാണാൻ വേണ്ടി വന്നത് അവൻ ഈ പുഴ നീന്തി കടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് തൊട്ടപ്പുറം ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണേ. നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഏഴാറ്റുമുഖം ഗണപതി ആ വലിയ ഒഴുക്കിനെതിരെ നടന്ന് തിരിച്ച് കാട്ടിലോട്ട് കയറുന്നതാണ്. അപ്പോൾ നമ്മുടെ എണ്ണപ്പന തോട്ടം ഉള്ളതിൻ്റെ മറുവശം നാട്ടുംപ്രദേശമാണ്, ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. അങ്ങോട്ടേക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ പുഴ മുറിച്ച് കിടന്ന് ആനകൾ കയറാറുണ്ട്.
പുഴ മുറിച്ച് കിടക്കുന്ന ആനയെ ശ്രദ്ധയിൽപ്പെട്ട അന്നേരം തന്നെ ആൾക്കാർ അവിടുന്ന് പടക്കം പൊട്ടിച്ച് തിരിച്ച് ഓടിക്കുകയാണ് പതിവ്. ഇല്ലെങ്കിൽ അങ്ങോട്ടേക്ക് കയറിയിട്ട് കൃഷിനാശമൊക്കെ വരുത്തും. വലിയ ബുദ്ധിമുട്ട് ആൾക്കാർക്ക് ഉണ്ടാകുന്നതുകൊണ്ട് അവരന്നേരം പടക്കം പൊട്ടിച്ച് അവൻ തിരിച്ച് വീണ്ടും എണ്ണപ്പനത്തോട്ടത്തിൻ്റെ സൈഡിലോട്ട് കയറി വരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. മഴ കനത്ത സ്ഥിതിക്ക് പല സ്ഥലങ്ങളിലും നല്ല ഒഴുക്കും നല്ല വെള്ളമുണ്ട്. അപ്പോൾ ആന വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഇക്കരെ കടക്കുന്നത്. അപ്പോൾ ഈ പുഴയിൽ തന്നെ പലയിടങ്ങളിലായിട്ട് ചെറിയ ചെറിയ തുരുത്തുകളുണ്ട്. ഇപ്പോൾ ഒരു തുരുത്തിലേക്കാണ് ആന ഇപ്പോൾ കയറിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത ഒഴുക്കിലേക്ക് അവൻ നടന്ന് നീങ്ങുന്നതിന് മുന്നേ ആയിട്ട് ആ തുരുത്തിൽ നിന്ന് ചെറിയൊരു വിശ്രമമൊക്കെ എടുത്തിട്ടാണ് അവൻ അടുത്ത ഒരു ഒഴുക്കിലേക്ക് പിടിച്ചു കയറുന്നത്. ഇത്രയധികം കാട്ടാനകൾ ഈ പ്രദേശത്തുണ്ടെങ്കിലും ഇവൻ മാത്രം എങ്ങനെ ഫേമസ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വർഷങ്ങളായിട്ട് ഇവന് ഈ എണ്ണപ്പനത്തോട്ടത്തിൻ്റെ ഏരിയയിൽ തന്നെ ചുറ്റിക്കറങ്ങുന്ന ഒരു ആനയാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ശാന്ത സ്വഭാവിയാണ്. ആൾക്കാർക്ക് ഉപദ്രവം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഒരുപാട് പേരാണ് ഇവനെ അന്വേഷിച്ച് തന്നെ ഈ ഒരു പ്രദേശത്തേക്ക് യാത്ര ചെയ്ത് വരുന്നത്. ഇപ്പോൾ ആനപ്രേമികളുടെ ഒരു ആഗ്രഹം കൂടിയാണ് ഏഴാറ്റുമുഖം ഗണപതിനെ ഒന്ന് നേരിട്ട് കാണുക എന്നുള്ളത്. ഈ അടുത്തിടയ്ക്ക് മസ്തകത്തിൽ മുറിവേറ്റ ആ കൊമ്പനെ താങ്ങി പിടിച്ചതിലൂടെ ഈ ഏഴാറ്റുമുഖം ഗണപതി ഒരുപാട് ഫേമസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അടുത്ത് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ കൂടെ വന്ന ഏഴാറ്റുമുഖം ഗണപതിനെ ഒരു പോലീസ് ഓഫീസർ മുന്നിൽ നിന്നിട്ട് അവനെ വഴിമാറ്റി വിടുന്നതൊക്കെ ഒത്തിരി വൈറലായിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ മലയാളികളുടെ ഒരുപാട് ഇഷ്ടം പിടിച്ചു പറ്റിയ ഒരു ആനക്കൊമ്പൻ തന്നെയാണ് ഇത് ഏഴാറ്റുമുഖം ഗണപതി. അങ്ങനെ അവൻ പുഴ മുറിച്ച് കടന്നിട്ട് ഒരു വലിയ തുരുത്തിലേക്ക് എത്തിയിട്ടാണുള്ളത്. അപ്പോൾ ഈ ഒരു തുരുത്ത് കഴിഞ്ഞാൽ ഇനിയിപ്പം പുഴയുടെ ഏറ്റവും ഒഴുക്ക് കൂടിയ പ്രദേശത്തിലേക്കാണ് അവൻ നീങ്ങുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് അവൻ കുറച്ചധികം സമയം എടുത്ത് നമ്മുടെ ആ ഒഴുക്കുള്ള പ്രദേശത്തേക്ക് എത്തിയിട്ടാണുള്ളത്. അപ്പോൾ ഇനിയാണ് അവൻ്റെ പ്രധാന സാഹസം കാണേണ്ടത്. കാരണം പുഴയിൽ നല്ല വെള്ളമുണ്ട്. ഇത്തിരി റിസ്ക്കാണ് ഈ ഒരു സമയത്ത് ചാലക്കുടിപ്പുഴ മുറിച്ച് കിടക്കുക എന്നുള്ളത് തന്നെ. അവൻ എന്നാ ഒഴുക്കനെ പിടിച്ചിരിക്കുന്ന നോക്കിയേ. അങ്ങോട്ട് കയറുവാ. ക്രോസിങ് അതിലല്ല ക്രോസ് ചെയ്ത് കേട്ടെ. കട്ട ഒഴുക്കാട്ടോ, ഒഴുക്കിനാണ് പിടിക്കുന്നത്. ഓ എൻ്റെ പൊന്നടാ. അങ്ങനെ നമുക്ക് ഈ ഏഴാറ്റുമുഖം പാലത്തെ വന്നു നിന്ന് കഴിഞ്ഞാൽ വൈകിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണാം, ചൂണ്ടയിടാം. പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയ പോലെ ആനയുടെ ക്രോസിങ് അവിടെ കിട്ടും കേട്ടോ. നമുക്കിപ്പം ഏഴാറ്റുമുഖം ഗണപതിയുടെ ക്രോസിങ്ങിനാണ് കിട്ടിയിട്ടുള്ളത്. നല്ല സമയം പോക്ക് തന്നെയാണ്. നമുക്ക് ആതിരപ്പള്ളി ട്രിപ്പിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമാണ് നമ്മുടെ ഈ ഏഴാറ്റുമുഖം ഭാഗത്തേക്കുള്ള റോഡ് ട്രിപ്പ്. അങ്ങനെ നമ്മൾ ആനയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ നാട്ടുകാരനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ ചേട്ടനെ നമ്മളിവിടെ വെച്ചിട്ട് പരിചയപ്പെട്ടു. അപ്പം നമുക്ക് ആനകളുടെ വിഷ്വൽസ് മാത്രം കണ്ടാൽ പോരല്ലോ, ഈ നാട്ടിൽ ജീവിക്കുന്നവർ ആനകളിലൂടെ സഹവസിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ആദ്യമായിട്ട് ഈ കാണുന്ന എണ്ണപ്പനത്തോട്ടം ഉണ്ണികൃഷ്ണൻ ചേട്ടാ, ഇത് എന്തിൻ്റെയാണ്? ഇത് ഓയിൽ ഫാം, പാം ഓയിൽ. ഇത് ഫോറസ്റ്റിന്റെ പ്രോപ്പർട്ടി ആണോ? പ്രോപ്പർട്ടി അതിന്റെ 90-99 കൊല്ലത്തേക്ക് പ്ലാന്റേഷൻ കോർപ്പറേഷന് പാട്ടത്തിന് കൊടുക്കുന്നത്. അപ്പൊ ഇത് ഫോറസ്റ്റ് ഏരിയയാണ്. ഫോറസ്റ്റാണ്, മൊത്തം ഫോറസ്റ്റിന്റെ പാട്ടത്തിന് കൊടുക്കുന്നത്. പാട്ടത്തിന് കൊടുത്തിരിക്കണമെന്നുള്ളൂ. ഇവിടെ ഇപ്പം ആനകൾ ഇറങ്ങുമ്പോഴത്തേക്കും നാട്ടുകാർക്ക് അങ്ങനെ ശല്യം എന്തെങ്കിലും? നാട്ടുകാർക്ക് ശല്യം എന്ന് വെച്ചാൽ ആൾക്കാർ ശ്രദ്ധിച്ചാണ് എല്ലാവരും പോണേ. പിന്നെ ഉപദ്രവമൊന്നും ഇതുവരെ ഈ ഭാഗത്ത് നിന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്യണേ തന്നെ നമ്മൾ ആന അവിടെ നിൽക്കും. എന്നിട്ട് നമ്മളവിടെ കടന്നു പോയിട്ട് ഒന്നില്ലെങ്കിൽ ആന കിടക്കും, നമ്മൾ നിന്ന് കഴിഞ്ഞാൽ തിരികെ നിന്ന് കഴിഞ്ഞാൽ ആന കിടക്കും, അല്ലെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ട് പിന്നെ ആന തിരിച്ച് കിടക്കുള്ളൂ റോഡ് ക്രോസ്. അത് തന്നെ മുട്ടുമിക്ക ആനകളും അങ്ങനെ തന്നെ ഇവിടെ ഉള്ളത്.
എപ്പോഴെങ്കിലും ആക്രമിച്ച സംഭവം വല്ലതും? ഇതൊരു ആദ്യം ഒരാളെ ഇവിടെ ഒരു ആക്രമിച്ചിട്ടുണ്ട്. അത് അറിയാണ്ട് പനര ഇടയ്ക്ക് ചെന്ന് കഴിഞ്ഞിട്ട് അതാൾ മരിച്ചു. കുറച്ച് ദിവസം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഇടുന്നു ഇവിടെ മരിച്ചു. വേറെ അങ്ങനെ ഇവിടെ ഒന്നും അങ്ങനെ വലിയ ഇതില്ല. പിന്നെ അപ്പുറത്ത് അറ്റത്ത് ഇവിടെ അറ്റം പ്ലാന്റേഷൻ്റെ അറ്റുണ്ട്, അവിടെയും ഇത് 2-3 ആളെ ഓടിപ്പിച്ച് അങ്ങനെ ഇതേണ്ടാണ്. അത് ചെന്ന് പെട്ടെന്ന് നമ്മൾ ചെന്ന് പെട്ട് കഴിയുമ്പോഴേ അങ്ങനെയുള്ളൊരു സംഭവമാണ്. എന്നുവെച്ചാൽ ആനയ്ക്കും പേടിക്കും നമ്മളും പേടിച്ചിട്ടുള്ള ഒരു ഇത് കാരണം അങ്ങനത്തെ ഒരു ഇതാണത്. വേറെ ആനകൾ കൂടുതലായിട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ കാരണം എന്തായിരിക്കും? അത് ഇവിടെ ശല്യമില്ലല്ലോ, ഈ നാട്ടിലിറങ്ങണ മാതിരിയല്ലല്ലോ. ഇവിടെ എന്ന് വെച്ചാൽ ഈ പന അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. അത് മറിച്ചിട്ട് തിന്നാ ആരും ചോദിക്കാനും നിങ്ങൾ ആരും തടസ്സം പറയാറില്ല. ആദ്യമൊക്കെ പടക്കൊക്കെ പൊട്ടിച്ച് ഓടിച്ചായിരുന്നു. ഓടിച്ചിട്ട് കാര്യമില്ല, ഇവർ പോകല കണ്ട ഫെൻസിങ് ഒക്കെ ഇട്ടിട്ടുണ്ട്, കാര്യമില്ല. അവര് ഇത് തീറ്റയും ഇങ്ങനെ ഇവിടെ തന്നെ നിൽക്കണം, കയറി പോകലപ്പാ, മലയിലേക്ക് കയറി പോകല. ഇപ്പൊ ഇവിടെ വെക്കും ആ നേരം വരെ. പണ്ട് രാത്രി അപ്പം കയറി, നേരം വെളുത്ത് കഴിഞ്ഞാൽ അപ്പം കയറി പോണതാ. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഇവിടെ ഇത്ര ആനകളുണ്ട്, എന്നാലും എല്ലാവർക്കും ഗണപതി എന്നുള്ളതാണ് ഭയങ്കര ഒരു ക്രേസ്. അതെങ്ങനെയാണ് ഗണപതി ഇവിടുത്തെ ഹീറോ ആയത്? ഗണപതി ഇവിടെ ആദ്യമേ തുടങ്ങി കുറെ നാളായി ആൾ ഇവിടുന്ന് പോകില്ല, ഈ ഭാഗത്ത് തന്നെയാണ് എപ്പോഴും. ഇവിടുന്ന് മാറി അപ്പുറത്ത് ഇപ്പുറത്ത്, പിന്നെ അതിനിടയ്ക്ക് ആൾക്ക് പാടില്ലാണ്ടായി. അപ്പോഴും ചുറ്റുവട്ടത്ത് ഫോറസ്റ്റുകാരും നാട്ടുകാരും എല്ലാവരും ഭയങ്കര സഹകരണമായിരുന്നു. ഈ ആനനെ ഭയങ്കര താല്പര്യമുള്ള കാരണമുണ്ടേ ആളിങ്ങനെ പാടില്ലാണ്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്ന് ക്ഷീണമായി. പിന്നെ അത് മാറി പെട്ടെന്ന്. കുറച്ച് ഒരു 2 മാസത്തോളം തീരെ അവസ്ഥയായിരുന്നു ആള്. പിന്നെ ഇപ്പോൾ നല്ല ഉഷാറായി. ഇവിടെയുള്ള ആനകളിൽ നല്ല ഗണപതിയാണ്. നോക്കി നിൽക്കുള്ളൂ നമ്മളെ, ഒരു ഉപദ്രവകാരിയായിട്ട് ഇതുവരെ ആർക്കും തോന്നിയില്ല. അത് കാരണം കൊണ്ടാണ് അത് അങ്ങനെ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് ആനനെ. ഈ കഴിഞ്ഞിടയ്ക്ക് മറ്റേ മസ്തകത്തിൽ കുഴിയായിട്ട് ഒരു ആന അത് ഇവിടെ ഉണ്ടായിരുന്നു. അത് കണ്ടായിരുന്നു. നമ്മുടെ ഗണപതി താങ്ങി നടക്കണൊക്കെ അതാ ആ വെടിയേക്കിന് തൊട്ട് മുമ്പ് വന്ന് താങ്ങി ആള്. പല ആൾ കൂടി ഉണ്ടായി. ആൾക്ക് ഈ ആനയ്ക്ക് പാടില്ലാണ്ടായപ്പോൾ പുഴയുടെ സൈഡിൽ വന്ന് ഇങ്ങനെ നിന്ന് ആൾക്ക് മനസ്സിലായി ഇവന് വയ്യാന്നുള്ളത് കാര്യം മനസ്സിലായി. അത് കഴിഞ്ഞ് കയറി വന്ന് അവിടുന്ന് ആനനെ ഒതുക്കി കൊണ്ടുവന്ന് കുറച്ചൊരു മയക്കുവെടി വയ്ക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവനും കൂടി വന്നു കഴിഞ്ഞിട്ട് ഇവന് വെടിവെച്ച് ഇങ്ങനെ മയങ്ങി പോണ കാര്യത്തിൽ ഇവന് മനസ്സിലായി എന്തോ ഈ ആനയ്ക്ക് പറ്റാൻ പോകണമെന്നുള്ളത്. വെടിവെച്ചത് ആനയ്ക്ക് അറിയില്ലല്ലോ. അങ്ങനെ താങ്ങി അവിടെ നിന്നു. കുറേ നേരം ആൾ അവിടെ പിറ്റേ ദിവസമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ വീണ സ്പോട്ടിൽ. 2-3 ദിവസം ആൾ അവിടെ വന്ന് നോക്കി, പക്ഷേ കയറ്റിക്കൊണ്ട് പോയില്ലോ. അതാ ചെക്ക് പോസ്റ്റിന് തൊട്ടപ്പുറത്താണ് വെടിവെച്ച് മറിച്ച് കൊണ്ടുപോയ. ഇവിടത്തേക്ക് വരുന്ന സഞ്ചാരികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? സഞ്ചാരികൾ കൂടുതൽ ഫോട്ടോ എടുക്കാൻ അതിൻ്റെ അടുത്തേക്ക് ചെല്ലരുത്. നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ നമ്മളിപ്പോൾ അതിൻ്റെ അതിലേ കയറി വരും. ഇപ്പോൾ ഇവിടേക്ക് നിൽക്കണേ അതിക്കൂടെ കയറി വരും. അപ്പോൾ ഇവിടെ ആൾക്കാർ നിൽക്കണ അതിലെ ആളെ കാണുമ്പോൾ ഈ വിറ്റിങ്ങൾക്ക് മാറിപ്പോകാൻ സ്ഥലമില്ലാണ്ട് വരില്ല. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും അക്രമമൊക്കെ കാണിക്കും. അത് വരുന്നത് ഇവിടുത്തെ നാട്ടുകാർക്കാണ് ബുദ്ധിമുട്ട് വരിക. ഈ ടൂറുകാരത് കഴിഞ്ഞ് പോകണ്. ഈ ആനയ്ക്ക് ദേഷ്യം വന്നല്ല എന്തെങ്കിലും ചെയ്ത് നിൽക്കണ്ടെങ്കിൽ വരുന്നത് ആൾക്കാരോട് അറിയില്ലല്ലോ. നാട്ടുകാർക്ക് എപ്പോഴും ഇല്ല പോകേണ്ടതാ. ടൂറുകാർ അത് വന്നു കഴിഞ്ഞ് പോയി. അപ്പോൾ അത് ആനയുടെ അങ്ങനെയുള്ളൊരു കുറച്ച് ഇതുണ്ട്. അതിപ്പോൾ നമ്മൾ നാട്ടുകാർ ഞങ്ങൾ എല്ലാവരും പറയാറുണ്ട്, ഫോട്ടോ എടുക്കാൻ നിങ്ങൾ കൊച്ചന്മാരെ പിള്ളേരെ കൊണ്ട് അടുത്തേക്ക് ചെല്ലരുത് ആരും. ആന നമ്മൾ കാണുമ്പോൾ ഇത്ര അടുത്ത് കാണുമ്പോൾ നമ്മുടെ ആരും ഒന്നും ഉപയോഗിക്കില്ല. പക്ഷെ ആനയല്ല എന്തായാലും നമ്മളത് ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ആതിരപ്പള്ളി ട്രിപ്പിൽ നമ്മൾ എടുത്തിരിക്കുന്ന സ്റ്റേ ഒന്ന് പരിചയപ്പെടാം. ഇപ്പോൾ നമ്മളെടുത്തിരിക്കുന്നത് ഈ ഒരു കോട്ടേജാണ്. ഇവിടെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ 5 പേർക്ക് വരെ താമസിക്കാൻ 4000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. വീക്ക് ഡേയ്സൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുക, ഡിസ്കൗണ്ട് കിട്ടിയേക്കാം. ഒരു വലിയ കോട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ലിവിങ് സ്പേസ് പോലെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. അറ്റാച്ച്ഡ് വാഷ്റൂം. ഇത് കൂടാതെ നമുക്ക് ചെറിയൊരു കിച്ചൺ സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം പാചകമൊക്കെ ചെയ്ത് കുട്ടികളൊക്കെ ആണെങ്കിൽ ഉള്ളവരാണെങ്കിൽ പാചകമൊക്കെ ചെയ്യാനൊക്കെ സൗകര്യം ഇവിടെയുണ്ട്. ഇവിടെ നമ്മൾ എടുത്തേക്കുന്ന റൂം കൂടാതെ ഇവിടെ പൂൾ വില്ലകളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ 2 ബെഡ്റൂമിനോട് കൂടിയിട്ടുള്ള പൂൾ വില്ലയാണ്. പ്രോപ്പർട്ടിയിലെ തന്നെ ഒരു കിടിലൻ ഒരു ന്യൂജൻ സ്റ്റൈലിലുള്ള ഒരു റൂമും കൂടെ, ഒരു കോട്ടേജും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഒരു കരിങ്കലിലേക്ക് ഒരു ഡിസൈനിൽ ചെയ്തേക്കുന്ന നമ്മുടെ ന്യൂജൻ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യാൻ നല്ല ഫോട്ടോഗ്രാഫിക്കായിട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ 5 പേർക്ക് വരെ താമസിക്കാൻ ഇവർ ചാർജ് ചെയ്യുന്ന 4000 രൂപയാണ്. അകത്തേക്ക് കയറി നമുക്ക് റൂം കൂടെ കാണാം. നമ്മൾ ഈ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല വിശാലമായ സ്പേസാണ്. അതൊക്കെ ഓടൊക്കെ ഇട്ടിട്ട് നമ്മൾ മേളിൽ റൂഫ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുണ്ട്. മാത്രമല്ല ഒരു ഡബിൾ ഡെക്ക് പോലെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എക്സ്ട്രാ ബെഡ് ഇട്ട് നമുക്ക് അങ്ങോട്ടേക്കും കിടക്കാൻ സൗകര്യമുണ്ട്. റൂമാണെങ്കിലും ആവശ്യത്തിലധികം വലിപ്പമുണ്ട്. ഒരു ഡബിൾ ബെഡ്, കോട്ട്, ഒരു ദീവാങ്കോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഡൈനിങ് സ്പേസ് പോലെ നമുക്കൊരു സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ ടോയ്ലറ്റ് നമ്മൾ ക്ലീൻ ആൻഡ് നീറ്റ് സൗകര്യമുള്ള ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ നമുക്ക് ഈ ആതിരപ്പള്ളി റൂട്ടിൽ ആനയെ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മളിത് ഏഴാറ്റുമുഖം സൈഡിലേക്ക് വന്നു. നമ്മൾ ജസ്റ്റ് ഏഴാറ്റുമുഖം പാലം കഴിഞ്ഞ് കയറിയപ്പോഴത്തേക്കും
ജംഗ്ഷനിൽ തന്നെ 2 ആനകൾ നിൽക്കുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് തന്നെയാണ്. ഒരു മോഴയുണ്ട്, ഒരു കൊമ്പനും ഉണ്ട്. രണ്ടുപേരും ഇന്ന് പനയല്ല തിന്നുന്നത്, അവർ പുല്ല് പറിച്ച് തിന്നുന്ന ഒരു കാഴ്ചകളാണ് നമ്മൾ രാവിലെ തന്നെ കാണുന്നത്. അപ്പോൾ എന്താണെങ്കിലും ആനകളെ കണ്ടു മടുത്ത മുടി. ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ആനകൾ ഇഷ്ടം പോലെ ആനകളെയാണ് നമ്മൾ കണ്ടത്. കിഡു വൈബാണ് കേട്ടോ. എന്താ പറഞ്ഞാൽ നമ്മൾ 10 ആനയ്ക്കുള്ളിൽ നമ്മൾ കണ്ടു എന്നുള്ളതാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. ഈ ഏരിയയിൽ തന്നെ അമ്മമാർ ചുറ്റിക്കറങ്ങി നടക്കും കേട്ടോ. ഇത് മോഴയാണ്. എണ്ണപ്പന തോട്ടത്തിൽ ആനകൾക്ക് മാത്രമല്ല കുശാലത, ഈ കുരങ്ങന്മാർക്കും കുശാല തന്നെയാണ്. ഇത് എണ്ണപ്പനകൾ പൊട്ടിച്ച് തിന്നുന്ന തിരക്കിലാണ് രാവിലെ തന്നെ അവന്മാർ. ആ മേളിലിരിക്കുന്നവൻ ഇത്തിരി മൂപ്പനാന്ന് തോന്നുന്നു. അവനെ ഇത്തിരി നോക്കി പേടിച്ചിട്ടൊക്കെയാണ് മറ്റവൻ വന്ന് ഒരെണ്ണം ഇസ്കി എടുത്തുകൊണ്ട് പോകുന്നത് അവിടുന്ന്. കുലുക്കി താഴെ ഇടുക. രാവിലെ ആയപ്പോഴും സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല. ഇഷ്ടം പോലെ ആനകളെ കാണാൻ പറ്റി കേട്ടോ. പക്ഷേ നമ്മൾ ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നല്ല ഫ്രെയിമുകളിൽ കിട്ടിയത് മാത്രമേ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുള്ളൂ. ഇത് 2 കൊമ്പന്മാർ നമുക്ക് അഭിമുഖമായി നിന്നിട്ട് തീറ്റ തിന്നുന്നു, ഓപ്പൺ ഏരിയയിൽ നിന്നിട്ട്. ഒരുത്തനാണെങ്കിൽ മേത്തേക്ക് മണ്ണൊക്കെ എടുത്തെറിയുന്നുണ്ട്. നല്ല നല്ല വിഷ്വൽസും നല്ല നല്ല ഓർമ്മയായിരുന്നു കേട്ടോ നമുക്ക് ഈ തവണത്തെ ആതിരപ്പള്ളി ട്രിപ്പ് ഏറ്റവും ഭാഗം പ്രത്യേകിച്ച് സമ്മാനിച്ചത്. ആതിരപ്പള്ളി റൂട്ട് ഒരു മികച്ച മൺസൂൺ ഡെസ്റ്റിനേഷൻ ആണെന്ന് പറയാൻ വേറെയും കാരണമുണ്ട്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ആതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ ഇത് നിറഞ്ഞൊഴുകുവാണ്. മൺസൂൺ സീസണിൽ തന്നെ വന്ന് ഈ പ്രകൃതി വിസ്മയങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കണം അതിൻ്റെ ഒരു പൂർണ്ണതയിൽ. അതാണ് അതിൻ്റെ ഒരു ത്രില്ല്. പിന്നെ താഴത്തേക്കുള്ള വ്യൂ പോയിൻറ്റും ആതിരപ്പള്ളിയിൽ ഇപ്പോൾ ഓപ്പണാണ് ഇതുവരേക്കും. അപ്പോൾ അത് നമ്മൾ താഴേക്ക് പോകുമ്പോൾ ഒരു റെയിൻ കോട്ടൊക്കെ എടുത്താൽ നന്നായിരിക്കും. അതുപോലെയാണ് വെള്ളം ഇങ്ങനെ എറിച്ചിലടിക്കുന്നത്. അപ്പോൾ മൊത്തം നനഞ്ഞ് കുളിഞ്ഞായിരിക്കും നമ്മൾ തിരിച്ച് കയറി പോകുക കേട്ടോ. ഒരു കിഡിലൻ ഫീൽ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്ക് വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതിന് രണ്ടിനും കൂടെ ഒരു ടിക്കറ്റ് മതി. ആതിരപ്പള്ളിയിൽ നമ്മൾ എടുക്കുന്ന ടിക്കറ്റും കൊണ്ട് തന്നെ നമുക്ക് വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലും പോയി കാണാൻ പറ്റും. വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലും സ്ഥിതി മറിച്ചല്ല, കുത്തി ഒലിച്ചാണ് വരുന്നത്. വെള്ളച്ചാട്ടത്തിലെ വെള്ളം കലങ്ങി മറിഞ്ഞിട്ട് കിഡിലൻ ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ 2 വെള്ളച്ചാട്ടങ്ങളും കൂടാതെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് കാടിൻ്റെയൊക്കെ ആംബിയൻസിൽ മഴക്കാലത്ത് സജീവമാകുന്ന മറ്റൊരു കിടിലൻ വെള്ളച്ചാട്ടമാണ് ചാർപ്പ വെള്ളച്ചാട്ടം. റോഡിനോട് തൊട്ട് ചേർന്നായതുകൊണ്ട് തന്നെ ഇവിടെ ടിക്കറ്റ് ഒന്നും വേണ്ട. അതുപോലെ തന്നെ നമുക്ക് വണ്ടിയിൽ ഇരുന്ന് തന്നെ ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കാനും പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും ആലോചിക്കേണ്ട, ഒരു ട്രിപ്പ് പിടിച്ചോളൂ ആതിരപ്പള്ളിക്ക് ഈ മൺസൂണിൽ തന്നെ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയും ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടുത്തെ ഈ ആതിരപ്പള്ളിയിലെ വൈൽഡ് ലൈഫും നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു. ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.